ചൂരൽമലയിൽ നിന്ന് ദീപക് മലയമ്മയാണ് നമുക്കൊപ്പം ഉള്ളത്. ദീപക് മലയമ്മ, പലതരത്തിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഒക്കെ നടന്നതാണല്ലോ. ഇന്നത്തെ തെരച്ചിലിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകുന്നതിന് ആസ്പദമായ എന്തെങ്കിലും സൂചനകൾ ആ സാങ്കേതിക പരിശോധനകളിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു? സുജയ, സെന്റിനൽ റോക്കിന്റെ പുറകുവശത്താണ് ഇന്ന് പ്രധാനമായും ഐബോർഡ് പരിശോധന പ്രകാരം ലഭിച്ച സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടന്നിട്ടുള്ളത്. അവിടെ ജിയോ ടാഗ് ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ആ മേഖലയിലേക്ക് JCB എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങളാണ് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കുഴിച്ചു നോക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുമില്ല. ആർമിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കടാവർ ഡോഗുകൾ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ജിയോ ടാഗ് സ്ഥാപിച്ച ഒരു സ്ഥലത്ത് മണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ മൃതദേഹ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ചതുപ്പ് സമാനമായിട്ടുള്ള മേഖലയായി ആ പ്രദേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വഴി ഒരുക്കിയതിനു ശേഷം നാളെ മാത്രമായിരിക്കും ആ മേഖലയിൽ കുഴിയെടുത്തുകൊണ്ടുള്ള പരിശോധനകൾ ഉണ്ടാവുക എന്ന് കൂടി പറയാനും സാധിക്കും. പുഞ്ചിരിവട്ടം മുതൽ ഇങ്ങ് താഴെ ഭാഗത്തേക്ക് വരെ ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ പരിശോധന ഇന്നും യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതിലും കാര്യമാത്ര പ്രസക്തമായി നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വെള്ളാർമല സ്കൂളിന്റെ മുൻവശമാണ്. ഇവിടെ മുൻപ് നദി ഒഴുകിയിരുന്നത് കുറച്ചുകൂടി അകലേക്ക് മാറിക്കൊണ്ടായിരുന്നു. പക്ഷേ അതിന്റെ സുഗമമായ ഒഴുക്കിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് പൂർണ്ണമായും നടത്തിയിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഒഴുക്ക് സുഗമമാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച ദുരിതബാധിത മേഖലയിൽ ഒന്നടങ്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ 6 മേഖലകളായി തിരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏകോപിപ്പിക്കുന്നത്. ഇന്ന് താൽക്കാലികമായി ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും സാധിക്കും. സുജയ. ഓക്കെ, ദീപക് മലയമ്മയാണ് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തെരച്ചിൽ നാളെയും തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചില ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് പ്രദേശവാസികൾ നൽകിയ വിവരങ്ങൾ, ഒപ്പം സാങ്കേതിക പരിശോധനകളിലൂടെ കണ്ടെത്തുന്ന വിവരങ്ങൾ, അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ 9ാം ദിവസത്തിലേക്ക് നാളെ കടക്കാൻ പോകുന്നത്.